ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇതൊരു പ്രഗ്നൻറ്റ് ലേഡീസിനുള്ള ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതാണ്. അന്നേരം എടുക്കുന്ന വ്ളോഗാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമൊന്നും ഓർത്തിട്ടില്ലായിരുന്നു, ഉള്ളത് പറയാമല്ലോ. അങ്ങനെ ഞങ്ങൾ മെയ് 12-നായിരുന്നു ആക്ച്വലി പരിപാടി. അപ്പം നമ്മൾ മെയ് 11-ന് കൊച്ചിയിൽ പോയി. കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. കാരണം രാവിലെ നമുക്ക് മേക്കപ്പും അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് അത്രയും പോയി അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്റ്റിക്കായിരിക്കും. കാരണം 9 മണിക്ക് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു 9:30 വരെയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തലേദിവസമേ പോയായിരുന്നു. ഇതിപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ശരിക്കും എപ്പോഴാണ് ചെന്നത്? ഒരു 8-8:30 അവിടെ ചെന്നപ്പോൾ തന്നെ. ഉച്ച കഴിഞ്ഞാൽ 3 മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ചെന്ന ഉടനെ കുളിച്ച് ഫ്രഷായിട്ട് ഡിന്നർ കഴിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങുമല്ല സോറി, എനിക്ക് മുടിയൊക്കെ അയൺ ചെയ്യാനുണ്ട്, പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. മൊത്തത്തിലൊരു അയണിങ് പ്രോസസ്സ് വേണം. അപ്പം അതുകൊണ്ട് എനിക്കിനി തിരിച്ച് ചെന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സോ അന്നേരം ഫലൂഡയും കൂടെ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫലൂഡ കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ഫലൂഡ നേഷനിലെ ഫലൂഡയായിരുന്നു നല്ലത്. ഇത് ഭയങ്കര മധുരം, എനിക്ക് അത്രയും മധുരം ഉള്ളത് ഇഷ്ടമല്ല. എന്ത് പ്രഹസനമാണ് സജി ഇത്? ഓ തിരുപ്പൂർ ഫീവർ ഇങ്ങേയും വന്നിരിച്ചാട്ടിരിക്കുന്നത്. എന്നെ കണ്ടിട്ട് அதுக்கு சைடில் வச்சுக்கோ. ഫലൂഡ ഫ്ലോപ്പായ എൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫലൂഡയാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ കണ്ടില്ല. കുറേ മധുരമുള്ള ഐസ്ക്രീം, നല്ല ഐസ്ക്രീം ആയിരുന്നേലും വേണ്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് തിരുപ്പൂരിൽ നിന്ന് വാങ്ങിച്ച ഫലൂഡയും ഫ്ലോപ്പായിപ്പോയി. അതും ഈ പറഞ്ഞ പോലെ കുറേ ജെല്ലിയും അതും ഇതുമൊക്കെ ഇട്ടുള്ളതായിരുന്നു. പക്ഷേ ഫലൂഡ ഡെൻഷ്യലിൽ നിന്ന് കഴിച്ചത് നല്ലതായിരുന്നു. കറക്റ്റ് മധുരവും ഒരു ഫലൂഡ കഴിച്ച ഫീലുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫലൂഡയാണെങ്കിൽ നല്ലതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു രസമില്ലായിരുന്നു സത്യം പറയാമല്ലോ. ഭയങ്കര ഓവർ മധുരമായിപ്പോയി, അങ്ങ് എന്തോ പോലെ. കർത്താവേ, പുള്ളി നമ്മളെ ഫോളോ ചെയ്യുമോ? ഗൈസ്, ഞങ്ങൾ ആർക്കാണ് വയറ്? ബേബി, ഞാൻ ആ പ്ലഗ് ഒന്ന് എടുത്തേ. 10 മിനിറ്റ്സ് അത് ഓഫ് ചെയ്തോ? എനിക്ക് ഈ ഒരെണ്ണം മതി, ബാക്കിയെല്ലാം നീ ഓഫ് ചെയ്തോ. എനിക്കിത് മതി. അതും ഓഫ് ചെയ്തോ? ഐ തിങ്ക് അപ്പോൾ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് കഴിയാറായി. അപ്പോൾ ഇനി നാളെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ. ഇല്ല, എല്ലാത്തിനോടും നാളെ രാവിലെ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങ് ചെയ്ത് വെച്ചതാണ്.
പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ആയിരുന്നു ഡ്രസ്സ് അയൺ ചെയ്തത്. ഓൾറെഡി വീട്ടിൽ നിന്ന് അയൺ ചെയ്തിട്ടാണ് വന്നത്, പക്ഷേ എന്നാലും ഇത് പെട്ടെന്ന് ചുളുങ്ങുന്നുണ്ട് ഈ ഡ്രസ്സ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ അയൺ ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു, പക്ഷേ ആ ചുളിവൊക്കെ മാറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നും അല്ല ചെയ്തത്. അത്രയും ഹെവി ആയിട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും, ടയേർഡാകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബ്ലഷും കാര്യങ്ങളൊക്കെ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പോരാത്തിന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമല്ലേ, അപ്പം അതിൻ്റെ എല്ലാം പാക്ക് ചെയ്തു എടുക്കണമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. അപ്പം നമുക്ക് ഒത്തിരി എല്ലാത്തിനും അങ്ങനെ ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. എല്ലാം പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ഈ ഡ്രസ്സ് അയൺ ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇത് സാരി എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല ചുളിവുണ്ടായിരുന്നു. പിന്നെ അത് അയൺ ചെയ്താലും ആ ചുളിവ് അധികം പെട്ടെന്ന് മാറത്തില്ല, നമുക്ക് ഒരുപാട് ഹീറ്റ് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഓരോ ലൈൻസും നമ്മളിങ്ങനെ എടുത്തെടുത്ത് വേണമായിരുന്നു ഇത് ചെയ്യാനും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറിയിരിക്കുമ്പം ഇരിക്കുന്നിടം അങ്ങ് ചുളുങ്ങിപ്പോവുക, അതുപോലെ ഇപ്പം മടിയിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആ വെച്ചിടം ചുളുങ്ങിപ്പോവുക, അങ്ങനെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ചായ എടുത്ത ടൈമിൽ തന്നെ നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ റൈറ്റ് ഹാൻഡിലൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ആ ടൈമിൽ അതും അങ്ങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പം മേക്കപ്പ് കഴിച്ചിട്ട് എന്ത് പറഞ്ഞേ, മേക്കപ്പ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ടൈം ഒത്തിരി പോകും. ഒന്നാമത് ഞാൻ കഴിക്കാൻ കുറച്ച് സ്ലോയാണ്, എനിക്കൊത്തിരി പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ല. കുറച്ചേ കഴിച്ചുള്ളെങ്കിൽ എനിക്കത് കുറച്ച് സമാധാനത്തോടെ കഴിക്കണം. അപ്പം പിന്നെ ചേട്ടൻ എനിക്ക് വാരി തരുമായിരുന്നു. ഇഡലിയായിരുന്നു, ശരിയാണ്. അപ്പം അതിങ്ങനെ കുറച്ച് കഴിച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മേക്കപ്പും ചെയ്തു, അങ്ങനെ അങ്ങ് പോയി. പിന്നെന്തുമായിരുന്നു, പിന്നെ റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു. കൃത്യം 9 മണിക്ക് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു 10 മിനിറ്റ് ലേറ്റായിപ്പോയി. அப்புறம் நேற்று ஒரு ஜோக் யோசித்தேன். நேற்று வீட்டில் இருக்கும்போது இந்த இது ரெக்கார்ட் ஆகி നീ അതിനൊന്നും എനിക്ക് ഫീഡ് ചെയ്തോണ്ടിരുന്നത്. തിട്ടതെല്ലാം റെക്കാർഡ് ആയിട്ട് വെച്ചിക്കലാന്ന് ചോദിച്ചു. ഞാൻ എന്തോ ലൂസ് ആതോ നിന്റെ വഴക്ക് വരുമ്പോ വീഡിയോ ഓണാക്കി വെക്കാൻ. நீ சொன்னதை சரி பண்ணிக்கொள்ள பேபி. It's the way we convey what we want. രാവിലെ എഴുന്നേറ്റ് പ്രസംഗം തുടങ്ങി. നിന്റെ നാട്ടിലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജീവിച്ചായിരുന്നു? நான் ரொம்ப ஷையாக சைலண்டான பாயாக இருந்தேன் தெரியுமா? എപ്പോ? எப்போவுமே. എനിക്ക് നിന്നെ 7-8 വർഷമായിട്ട് അറിയാം. അന്നേരം ഒന്നും നീ സൈലന്റ് അല്ല. വേണം, ഇത് ഏതിലാ കിട്ടുമോ? ഞാൻ കയ്യിൽ പിടിക്കാം. അല്ലെ കണ്ടില്ല. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എല്ലാവരും ഇങ്ങനെ നിന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം അവിടെ നമുക്ക് ചെറിയ ഒരു കിറ്റൊക്കെ തന്നായിരുന്നു. അതിനകത്ത് സ്നാക്സും പിന്നെ തലയിൽ വെക്കാനുള്ള ക്രൗണും പിന്നെന്തുമായിരുന്നു, അങ്ങനെ 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ BP കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രയൽ ഉണ്ടായിരുന്നു.
എന്തായാലും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു. കാരണം എല്ലാ സപ്പോർട്ടും ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആംബുലൻസ് ഉൾപ്പെടെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നെങ്കിലോ, പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫോം ഫില്ല് ചെയ്തപ്പോൾ നമ്മുടെ ഫുൾ മെഡിക്കൽ ഡീറ്റെയിൽസ് കൊടുക്കണമായിരുന്നു. എത്ര മന്ത്സ്, പിന്നെ നമ്മുടെ BP, ഷുഗർ, അങ്ങനത്തെ ഇതെല്ലാം പറയണമായിരുന്നു. പിന്നെ എന്താവശ്യത്തിനും ഓൾവേസ് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര കെയറും ആയിരുന്നു. അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രയലിനൊരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു ഗ്രൂമിങ് സെഷൻ. പക്ഷെ അതിനെനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അതിന് കുറച്ച് പേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ട്രയൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊറിയോഗ്രാഫർ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനീ നടക്കുന്നത് ആക്ച്വലി നമ്മൾ നടന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറയിലെടുത്ത, അതായത് അവരെടുത്ത വീഡിയോയും ഞാനിതിനകത്ത് കൊടുക്കാവേ. Chest number 152. അങ്ങനെ മൊത്തം 105 പേരുണ്ടായിരുന്നു. എല്ലാവരും ഫസ്റ്റ് റൗണ്ട് നടന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും പലരുടെയും മുഖത്തെ ഇമോഷൻസ്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയുന്നത്, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിക്കുന്ന ടൈം ആയിരുന്നു. ഓൾറെഡി 12 മണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇത് തുടങ്ങിയപ്പം. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ എനിക്കുള്ള ഫുഡ് ഓൾറെഡി ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ക്രൗഡായി പോകത്തില്ലേ, പിന്നെ ചേട്ടൻ രണ്ടാമത് പോയി എടുക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള റിസൾട്ട് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മെയിൻലി പോയത് അതിനാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കുറച്ചുകൂടെ വീഡിയോസ് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അകത്തോ കയറാൻ പറഞ്ഞു. അതുകൊണ്ടാണ് 105 കണ്ടസ്റ്റൻസ്, 105 ടു ബി മോം ഈ സ്റ്റേജിൽ, ഈ റാമ്പിൽ പ്രഗ്നൻസി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നടന്നു. നമ്മുടെ ജഡ്ജസ് സെലക്ട് ചെയ്ത 30 പേരുടെ അനൗൺസ്മെന്റ് ആണ് നമ്മൾ നടത്താൻ പോണേ. ഒരുമിച്ച് ചെയ്യാം, ഓക്കെ, 1 by 1. സോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്ന നമ്മൾ ചെസ് നമ്പർ മാത്രമേ പറയൂ. ചെസ് നമ്പർ മാത്രം. ഓക്കേ. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്ന ടു ബി മോംസിന്റെ ചെസ് നമ്പേഴ്സ് ആണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്പർ 1, ചെസ് നമ്പർ 102. 102. ബിഗ് റൗണ്ട് ഓഫ് കൈഡി ഫോർ ചെസ് നമ്പർ 102. ഓരോ പേരും പറയുമ്പോൾ നമ്മൾ കൈയടിക്കണം. നെക്സ്റ്റ് ഈസ് ചെസ് നമ്പർ 151. 151. Chess number 152. Chess number 153. Chess number 155. Chess number 158. 176. Chess number 180. Chess number 182. Chess number 186. Chess number 187. Chess number 196. And the last chess number is 205. 205. 30 പേരായോ നോക്കാം നമുക്ക്. കിൻഡർ താരാട്ടഴക് സീസൺ 3യുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ 30 ടു ബി മോംസ് ആണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ഓൾ ദി ലവ്ലി ലേഡീസ് ആൻഡ് ടു ബി മോംസ്. ഞാൻ ഒന്നുകൂടി ക്വിക്ക്ലി ചെസ് നമ്പർ വായിക്കാം, നിങ്ങളുടെ നമ്പേഴ്സ് വായിക്കാം, നിങ്ങൾ തന്നെ അല്ലേന്ന് ഉറപ്പിക്കാം. ഓക്കെ,
to be mom 102, 112, 115, 117, 123. അപ്പോൾ അടുത്ത റൗണ്ടിലേക്കുള്ള ഡ്രസ്സ് അവരാണ് തരുന്നത്. അപ്പം അത് ഓൾട്ടർ ചെയ്യാനൊക്കെ അവിടെ ഓൾറെഡി മെഷീൻസൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. 3 മെഷീൻസ് ഉണ്ടായിരുന്നു. പിന്നെ 30 പേരിൽ 10, 10, 10 എടുത്തിട്ട് 3 തീം വെച്ചിട്ടായിരുന്നു ഔട്ട്ഫിറ്റ് വരുന്നത്. സ്കൈ, ഗാർഡന്, പിന്നെ താരാട്ട്. അപ്പം ഈ 3 തീമായിരുന്നു. അപ്പം 10 പേര് വെച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുമായിരുന്നു. സോ ചില കേസിൽ ഓൾട്ടർ ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മെഷീൻസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടം തൊട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അപ്പം ജസ്റ്റ് ഹെയർ സ്റ്റൈലൊന്നും അവർ മാറ്റി, ലിപ്സ്റ്റിക്കും മാറ്റി. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ റൗണ്ട് എനിക്ക് കയറണമെന്നേ ഇല്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡ്രസ്സ് ഇട്ട് കയറണമായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. പിന്നെ അടുത്ത റൗണ്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അത് പിന്നെ എന്തോ കൊറിയോഗ്രഫി അവർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമ്മുടെ രീതിയിൽ പറ്റത്തൊന്നുമില്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഈവനിങ് ടൈം 6, 5:45, 6 ആയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി. അപ്പം ലാസ്റ്റ് വരെ ഞങ്ങൾ നിന്നില്ല. അതിനു മുമ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. കാരണം ഓൾറെഡി അല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവുമല്ലോ. സോ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടും കാലുവേദനയും നടുവേദനയും തുടങ്ങിയായിരുന്നു. രാവിലെ തൊട്ട് നിൽക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം എനർജി ഇല്ലായിരുന്നുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ആയിരുന്നു നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. പിന്നെ കുറച്ചൊക്കെ വീഡിയോസ് പോർട്രേറ്റിൽ എടുത്തുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഗസ്റ്റ് അമല പോളായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തോന്ന് ചോദിച്ചാൽ കുറച്ചെടുത്തു. അമല പോൾ ഞങ്ങളെക്കാളും ടയേർഡായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ റാമ്പി നടന്നപ്പം അത് മനസ്സിലാവത്തില്ല. പക്ഷേ ആൾ ശരിക്കും ഭയങ്കര ടയേർഡായിരുന്നു. മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.